എല്ലാവർക്കും ഈ ഭൂമിയിലേക്ക് വേഗമാഗമനം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇപ്രകാരം ഈ സ്ഥലത്ത് ഇപ്രകാരം ഒരു മിനി കൺവെൻഷൻ നടത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിന്ന് ദൈവം എനിക്ക് നൽകിയ ഈ സ്ഥലത്ത് വിദേശനിവാസികളുടെ അടുകിൽ ആയിരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ സമാധാനമില്ലാതെ വലിയ കുടുംബത്തിലൊക്കെ ജനിച്ചെങ്കിലും സമാധാനം എന്തെന്നറിയാതെ ഞാൻ അലഞ്ഞ ഒരു നാളുകൾ എനിക്കുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ പണമോ ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങളോ ഒന്നും എനിക്ക് സമാധാനവും സന്തോഷം തന്നില്ല. എന്നാൽ ജീവിതത്തിന്റെ ശൂന്യതകളിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുവാനിടയായിത്തീരും. അപ്പാ എന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നിടത്തോട്ട് ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയാകുന്നു. അതെ, പരിശുദ്ധനായ ദൈവം അശുദ്ധിയിൽ കിടന്ന മനുഷ്യനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ യാഗമാക്കി തീർത്തു. അവനെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ആ പ്രഭുവിനെ സ്തുതിക്കുന്ന ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ, പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹ.
हालेलुया। जितने लोग हिंदी लोग हमारे बीच में हैं सबको जय मसीह की। ഇവിടെ കടന്നു വന്ന ഓരോരുത്തർക്കും ഈ പ്രദേശത്തിരുന്നുകൊണ്ട് ഈ പ്രോഗ്രാമിനെ വീക്ഷിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ സഭായോഗത്തിനോടനുബന്ധിച്ച് ഇവിടെ കടന്നു വരുവാനും ഇതിലൊരു ഭാഗമാവാനും ദൈവം എന്നെയും സഹായിച്ചു. ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടുമ്പോൾ സമാധാന പ്രഭുവിൻ്റെ വചനമായി ഈ നാട്ടിൽ നിൽപ്പാൻ ദൈവം എന്നെയും സഹായിച്ചു. അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, അവനെ കഴിഞ്ഞ് ഈ ലോകത്ത് ആരുമുള്ളൂ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന യേശു കർത്താവിനെ പ്രസംഗിക്കുന്നു. അവന് വേണ്ടി പാടുന്നു, അവനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് जो पहले आने वाला गाने में जाने से पहले हम आँख बंद करके छोटा सा प्रार्थना करेंगे. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഇന്ന് ഈ പരിസരത്തിരിക്കുന്നവർ, ഇന്നിവിടെ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നവർ, അവരേത് ആവശ്യമായിട്ടാണോ വന്നിരിക്കുന്നത് അവരോട് ദൈവം സംസാരിക്കേണ്ടതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1 ശമൂവേൽ അതിൻ്റെ 9-ാം അധ്യായത്തിൽ നമുക്കൊരു കഥ കാണുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ അപ്പൻ്റെ കളഞ്ഞുപോയ കഴുതുകളെ തേടിയിറങ്ങിയ ഒരു ചെറുപ്പക്കാരനും തൻ്റെ ദാസനും. പക്ഷേ അവർ എത്തിപ്പെട്ടത് അവർ നനച്ചതിലും അവർ ചിന്തിച്ചതിലും അപ്പുറമുള്ള ഒരു അനുഗ്രഹത്തിലേക്കായിരുന്നു. പലപ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തിൽ നിൽക്കാം, തിരിച്ചു പോകാം എന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളോട് ഇടപെടും. ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിലെത്തും. അങ്ങനെ എത്തിക്കൊണ്ടാണ് ദൈവമക്കളെ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പിതാവാൻ ദൈവമേ, ഈ നല്ല ഒരു സായംകാലം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നതിനെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ ഒരു നല്ല അവകാശത്തിനായി, നല്ലൊരു അവസരത്തിനെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പാട്ടിലൂടെയും വചനത്തിലൂടെയും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തുവല്ലോ. അങ്ങയുടെ മഹിമയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയ്ക്ക് വേണ്ടതെല്ലാം ഞങ്ങളിലൂടെ ചെയ്തെടുക്കണമേ എന്നടിയാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന ഓരോ ഹൃദയങ്ങളെയും ഓരോ ജീവിതത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ, അവരുടെ ചിന്തകളുടെ മേൽ, അവരുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം അങ്ങ് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി അടിയാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിലുള്ള ഓരോ മക്കൾക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി കൊടുക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാവരെയും ഈ പരിസരത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ പിതാവേ, ആമേൻ. അभी हम दूसरा गाने में जाएंगे. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. എന്നെ നന്നായി അറിയും എന്ന പാട്ട് നമുക്ക് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുവേണ്ടി ആയേശമോളെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു.
സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവ് വലിയവൻ. കർത്താവ് നമ്മളെ താഴ്ചയിൽ നമ്മളെ ഓർത്തു, വീഴ്ചയിൽ നമ്മളെ താങ്ങി. സ്തോത്രം. പലപ്പോഴും ജീവിതത്തിൻ്റെ പരിപരിക്കൻ സാഹചര്യങ്ങളിൽ ദൈവത്തെ അറിയാതെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്രം. എന്നാൽ അന്ന് ആ നാളുകളിലൊക്കെ വളരെ ഭയമായിരുന്നു. പലതും പല സാഹചര്യങ്ങളെയും അതിജീവിപ്പാൻ. ഭാവി എങ്ങനാകും, അല്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ പഠനത്തിൻ്റെ ആവശ്യത്തിനായി ഞാൻ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു വലിയ തകർച്ചയുടെ, ആ ദേശം തന്നെ ഒരു തകർച്ചയുടെ വക്കത്ത് നിൽക്കുമായിരുന്നു. എൻ്റെ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 12ാം ക്ലാസ്സിലേക്ക് കയറിയ സമയത്ത് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു മാതാപിതാക്കൾ. എന്നാൽ 12ാം ക്ലാസ്സിൽ വെറും 42% മാർക്കമേ എനിക്ക് ലഭിച്ചുള്ളൂ. 42% ലഭിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇന്ന് ലോകം പറയുന്നത് ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ ഒന്നും പഠിച്ചുയരാൻ കഴിയത്തില്ല. 96-ലൊക്കെ അറിയാമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഞാൻ ആ നാളുകളിൽ തകർച്ചയിൽ സ്വന്തം ബന്ധുക്കൾ പോലും പറഞ്ഞു, ഇനി എന്തിനാ ചാണകക്കൊട്ട മേടിച്ചു തരാം, പോയി ചാണകം വാരി ജീവിക്കുക എന്ന് പോലും എൻ്റെ കാതുകളിൽ കേൾക്കുന്ന വളരെ ലജ്ജാവഹമായ സാഹചര്യത്തിലേക്ക് ഞാൻ തകർന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് വളരെ ശൂന്യതയാണ്. എന്നാൽ ആ ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാനൊരു പ്രസംഗത്തിൽ കൂടെ കേൾക്കുവാനിടയായി. എന്നാൽ എൻ്റെ താഴ്ചയിൽ എന്നെ അറിയുന്ന, എൻ്റെ വീഴ്ചയിൽ എന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ പിതാവ് അന്ന് 96-ൽ എനിക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി വലിയ പ്രതീക്ഷയോടെ വരികയായിരുന്നു. പക്ഷെ മാർഗിൻ്റെ വെളിച്ചത്തിൽ എനിക്കൊന്നും ലഭിച്ചില്ല. ഒരു മരണ വീട്ടിൽ നിന്ന് പോകുന്നത് പോലെ എൻ്റെ അപ്പൻ ഇവിടുന്ന് പോയി. അന്ന് എന്നോടൊരു വാക്കും സംസാരിച്ചില്ല. എന്നാൽ അത്ഭുതമെന്ന് പറഞ്ഞിട്ട് അവിടെ ഗൾഫിൽ ചെന്ന് ഇറങ്ങുന്ന നിമിഷം പിറ്റേ ദിവസം എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് പണ്ടെങ്ങോ ജോലി ചെയ്യുന്ന ഒരുവൻ കടയിൽ വെച്ച് കണ്ടുമുട്ടി. എൻ്റെ അപ്പനോട് ചോദിച്ചു, വർഗീസ്, നിന്റെ മുഖം എന്താണ് ഇത്രമാത്രം വാടിയിരിക്കുന്നത്? നിനക്കൊരു സന്തോഷമില്ലല്ലോ, എന്തു പറ്റി എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ മകനെ പഠിക്കാൻ വിട്ടു, പക്ഷെ അവന് വെറും 44% മാർക്കേ ഉള്ളൂ. എൻ്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു എന്ന് പറയുവാനിടയായി. എന്നാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ അപ്പനോട് പറയുകയാണ്, വർഗീസ്, നീ ഭാരപ്പെടേണ്ട, എൻ്റെ മകന് എഞ്ചിനീയറിംഗിൽ തന്നെ പഠിക്കാൻ വേണ്ടി ഞാൻ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അവന് ചെന്ന ആ അഡ്മിഷൻ കിട്ടാതെ അവൻ അവിടെ നിൽക്കുകയാണ്. എന്നാൽ അവനൊരു പ്രതീക്ഷയുണ്ട്. അത് പറയുന്നത് സെപ്റ്റംബറിലാണ്. അടുത്ത ജൂലൈയിലേക്ക്, അതായത് 95-ൽ സംസാരിക്കുന്നു, 96 ജൂലൈയിൽ നിനക്ക് വേണ്ടി ഒരു അഡ്മിഷൻ ഞാൻ എടുത്തു തരാമെന്ന് വാക്ക് പറഞ്ഞു. സ്തോത്രം. വെറും 44% എനിക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് മനുഷ്യൻ ചിന്തിച്ച സ്ഥാനത്ത് 96 സെപ്റ്റംബർ 1-ാം തീയതി റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ഷെർമത്തേവ എയർപോർട്ടിൽ ദൈവം എന്നെ കൊണ്ടാക്കി. വലിയ പ്രതീക്ഷയോട് ചെന്നു. പക്ഷേ അന്ന് 96-ൽ അവിടുത്തെ ഭരണകൂടവും തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ, ബ്രെഡിന് പോലും ക്യൂ നിൽക്കുന്ന മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് അതിന് മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ ചെന്നിറങ്ങുന്നത് വലിയ പ്രതീക്ഷയോടെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെ നടന്നു പോകും? കാര്യം നടന്നു പോകുമ്പോൾ പോലും നമ്മളെ അപഹരിക്കാൻ നിൽക്കുന്ന ഒരു തലമുറ അവിടെ ഉണ്ട്. അവിടെ ഹിറ്റ്ലറിന്റെ പിൻഗാമികളായ ഒരു കൂട്ടം യൗവനക്കാർ, ചെറുപ്പക്കാർ അവിടെ നിന്നുകൊണ്ട് വിദേശികളെ അടിക്കുന്ന തലത്തിൽ അവരെ അടിച്ച് ക്ഷീണപ്പെടുത്തി റോഡിൽ ഇട്ടുകളയുന്ന തരത്തിലേക്ക് വരെയുള്ള സാഹചര്യം കൊണ്ടെത്തിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 1-ാമത്തെ വർഷം അവസാനമാകുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ തകർച്ചയിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു, എനിക്ക് ജീവനാ വേണ്ടത്, അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോവുകയാണ്. പ്രിയരെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അന്ന് ഞാനും വളരെ പ്രയാസത്തോടെ നാട്ടിൽ വന്നു. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, മോനെ, നീ ഭാരപ്പെടേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വഴി അന്വേഷിക്കാം. എന്നാൽ ഒരു കാര്യം ഒരപ്പനെ അറിയാം, എൻ്റെ ആവശ്യങ്ങളിൽ എന്നോട് കൂടെ ഇരിക്കുന്നൊരപ്പൻ, എൻ്റെ ആവശ്യം എന്തെന്ന് അതിൻ്റെ ആഴം അറിയുന്ന ഒരപ്പൻ. ആ അപ്പൻ, ഹല്ലേലൂയ, എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു.
എൻ്റെ അടുക്ക പറഞ്ഞു, മോനെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നു. അപ്പൻ എന്നെ പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവം കൂടിയിരിക്കുമെന്ന് വാഗ്ദത്തം തന്ന ദൈവമേ, നിന്റെ മകനോട് കൂടിയിരിക്കണമേ. ഞാൻ അന്ന് 97 ചെന്നിറങ്ങുമ്പോൾ ഒരു അമേരിക്കക്കാരനെ അവർ കയറി അടിച്ചു. സംഭവിച്ചത് പറയട്ടെ, അമേരിക്കക്കാരനെ എവിടെ അടിച്ചാലും അവിടെ അമേരിക്കൻ സൈന്യം ഇറങ്ങും. ഹല്ലേലൂയ. അമേരിക്കൻ്റെ തലയെന്ന് പറയുന്നത് തന്നെ നമുക്കറിയാമല്ലോ, യഹൂദന്മാരുടെ ബ്രെയിനാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്ന യഹൂദന്മാരുടെ ബ്രെയിനാണ് അമേരിക്ക. അങ്ങനെ ഒരു അമേരിക്കനെ അടിച്ചപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിന് മേൽ പ്രഷർ വന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത നിമിഷം തന്നെ ഞങ്ങൾക്ക് എസ്കോർട്ടോടുകൂടെ, അതായത് പോലീസ് സംരക്ഷണത്തോടുകൂടെ എനിക്ക് കോളേജിൽ പോകുവാൻ ദൈവം അവസരമൊരുക്കി. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആരെങ്കിലും തകർച്ചയുടെ വക്കിലാണോ, ഒരു പ്രതീക്ഷയുമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ തന്നെ വിധി എഴുതുന്നോ, ലോകം നിങ്ങളെ വിധി എഴുതുന്നെങ്കിൽ ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് പ്രത്യാശ വെക്കുവാൻ ഒരിടമുണ്ട്. ഹല്ലേലൂയ. പ്രത്യാശയുടെ നായകൻ, പൂർത്തി വരുത്തുന്ന കർത്താവ് നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും നടത്തി തരും. തുടർന്ന് ഞാൻ 2000 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ, അന്ന് എഞ്ചിനീയറിംഗ് ആർക്കും വേണ്ട. കാരണം 2K എന്നുള്ള വിഷയത്തിൽ കമ്പ്യൂട്ടർ എല്ലാ മേഖലകളിലും തകർന്നു നിൽക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അന്ന് എനിക്ക് മൈക്രോസോഫ്റ്റ് സിസ്റ്റം എഞ്ചിനീയർ ഡിഗ്രി എടുക്കുവാൻ ദൈവം ഇടയാക്കി. എന്നെ അത്ഭുതമെന്ന് പറഞ്ഞോട്ടെ, ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുവാൻ ദൈവം എന്നെ ഇടയാക്കി. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. നീ പ്രതീക്ഷിക്കാത്ത, നീ ഒരിക്കലും ചിന്തിക്കാത്ത സ്ഥാനത്ത് ഞാൻ നിന്നെ കൊണ്ടാക്കി. ഇന്ന് നീ എൻ്റെ ഇഷ്ടത്തിന് വരുമോ? ആ ചോദ്യത്തിന് മുൻപിൽ ഞാൻ അന്ന് രാത്രി എന്നെ മുട്ടുമടക്കി. ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്താഗ്രഹിക്കുന്നോ അത് ഞാൻ ആയിത്തീരാം. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അങ്ങയുടെ ഇഷ്ടം മാത്രം മതി. എൻ്റെ ഭയത്തെ ദൈവം മാറ്റിത്തന്നു. അതെ, ആ ദൈവം, ഭയത്തെ മാറ്റിത്തരുന്ന ദൈവത്തിൻ്റെ ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന്, ഹല്ലേലൂയ, എന്നെ വീണ്ടെടുത്ത ആ യഹോവയാം ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഗാനം പാടുന്നു. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. സ്തോത്രം, ഹല്ലേലൂയ. കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു ഗാനം, സ്തോത്രം, ഈ അടുത്ത നിലയിൽ എല്ലാവരും ഏറ്റു പാടുന്ന ഒരു ഗാനമാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്നുമെൻ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. കരങ്ങളില നിരാശയിനിയൻ തൊടുകയില്ല. പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശയിനിയൻ യാഹേ, അങ്ങെന്നുമെൻ
തകർത്തവൻ സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ സകലത്തിനും മീതെ ഉന്നതനാ. യാഹേ അങ്ങുമൻ ദൈവം തലമുറ തലമുറയാ. യാഹേ അങ്ങ് സങ്കേതം തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ സർവശക്തൻ, രോഗിക്കു വൈദ്യനൻ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ സർവശക്തൻ എൻ്റെ ദൈവമല്ലോ. യാഹേ എന്നും ദൈവം തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഉറക്കം നടിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഉറങ്ങാതെ മയങ്ങാതെ തൻ്റെ മക്കളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഞാനൊരു കാര്യം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇപ്രകാരം സത്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ കാരണം എൻ്റെ വീട്ടിൽ ഒരു വല്യമ്മച്ചി എനിക്കുണ്ടായിരുന്നു. ദേശക്കാരെല്ലാം അന്ന കൊച്ചമ്മ എന്ന് വിളിക്കുന്ന ഒരു അമ്മച്ചി. ആ അമ്മച്ചി ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. രാത്രിയാകുമ്പോൾ ഇരുന്നങ്ങ് നിലവിളിക്കും, നിലവിളിച്ചങ്ങ് കരയും. എന്നിട്ട് അയലത്തുള്ളവരെല്ലാ കുടുംബങ്ങളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ രാത്രിയാവുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നല്ല ഉറക്കം പിടിച്ചിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ അമ്മച്ചി ഇരുന്ന് ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ ഞാൻ വെച്ച് ഈ അമ്മച്ചിക്കൊന്നും യാതൊരു ജോലിയില്ലേ, എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് കരയുന്നു. എന്നാൽ ഞാൻ ആ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞതിന് മുമ്പ് റഷ്യയിൽ ചെന്നപ്പോൾ മനുഷ്യനെ തിന്നുന്ന സമൂഹത്തിൻ്റെ മുൻപിൽ അടുത്ത നിമിഷം ഞാൻ എങ്ങനെ കോളേജിൽ പോകുമെന്ന് പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം പറഞ്ഞു, ഞാൻ തലമുറ തലമുറയായി നിന്റെ ദൈവമാണ്. സ്തോത്രം. ഇന്നാരെങ്കിലും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, ആ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് എന്നെ തകർച്ചയിൽ നിന്ന് വിടുവിച്ചത്. സ്തോത്രം. ആ അമ്മച്ചിക്ക് ഒരു കടമയുണ്ടായിരുന്നു, തലമുറകൾക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷം നമുക്ക് സുരേഷ് മുമ്പോട്ട് വന്ന് ഒരു ഗാനം ആലപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ വളരെ സുദീർഘമായ സേവനം അന്വേഷിക്കുന്ന സുരേഷിൻ്റെ മകളാകുന്നു മുമ്പേ പാടിയത്. സുരേഷ് മുമ്പോട്ട് വന്ന് ഒരു ഗാനം ആലപിക്കും. ഹല്ലേലൂയ.
ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. ആയിരമായിരം അരികുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേതിരൂ. ആയിരമായിരം അരികുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേതിരൂ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. വെയിലിൽ വാടുന്ന പൂവിനെ പോ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മരണമേ നിൻ ജയമെവിടെ, മനുഷ്യാനിന്ദന സുഖമെവിടെ. മരണമേ നിൻ ജയമെവിടെ, മനുഷ്യാനിന്ദന സുഖമെവിടെ. കാഹളനാദം മുഴങ്ങുമ്പോ കാന്താ നീ എന്നെ തള്ളരുതേ. കാഹളനാദം മുഴങ്ങുമ്പോ കാന്താ നീ എന്നെ തള്ളരുതേ. കാന്താ നീ എന്നെ തള്ളരുതേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുന്നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുന്നേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. താങ്ക് യു സുരേഷ്. തുടർന്ന് തേജസ് തുടർന്നൊരു ഗാനം ആലപിക്കും. നമുക്ക് വളരെ ശ്രദ്ധയോടെ ആയിരിക്കും.
യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തിൻ കവർന്നോനേ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാരനാഥ മാരനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാരനാഥ മാരനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാരനാഥ മാരനാഥ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാരനാഥ മാരനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരെ കാന്തനമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരെ കാന്തനമെന്നേശുവേ. ദിനംതോറും വേണമേ, വരോളം വേണമേ, മാരനാഥ മാരനാഥ. ദിനംതോറും വേണമേ, വരോളം വേണമേ, മാരനാഥ മാരനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തിൻ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ,